വില്ലുമംഗലം സ്വാമിയാർക്ക് ദേവി ദർശനം നൽകിയതിൻ്റെ ഐതിഹ്യപ്പെരുമയിലാണ് ചരിത്രപരമായിട്ടുള്ള ഈ മകം തൊഴൽ നടക്കുക. ചോറ്റാനിക്കര ദേവീക്ഷേത്ര പരിസരത്തേക്കൊക്കെ തന്നെ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു. നിരവധി പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആറ്റുകാലിൽ സ്ത്രീകൾക്കാണ് പ്രാധാന്യം. സ്ത്രീകളുടെ ശബരിമല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും സ്ത്രീകൾക്ക് തന്നെയാണ് പ്രാധാന്യം. ഇപ്പോൾ മറ്റിടങ്ങളിൽ നിന്നൊക്കെ തന്നെ എവിടെന്നാണ് വരുന്നത്? ചാലക്കുടി മകം തൊഴാൻ ഒന്നാണ്. എല്ലാ വർഷവും വരാറുണ്ടോ? ഇടയ്ക്ക് പറ്റുന്ന സമയത്തൊക്കെ വരും. വലിയ ഐതിഹ്യമായിട്ടുള്ള ഒരു ഇതാണ്. ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിയാത്തവർക്ക് ഇവിടെ വന്ന് 3 കൊല്ലം തൊഴുത് കഴിഞ്ഞാൽ ഉറപ്പ് കല്യാണം കഴിയും. അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാവാനും ഇങ്ങനെയൊക്കെ നല്ലൊരു ഇതാണത്. എവിടെ നിന്നാണ്? ഞാൻ ചെന്നൈയിൽ നിന്ന് തൊഴാന്ന്. എൻ്റെ പിള്ളേക്ക് കല്യാണം കഴിയണം. അതിന് മഹത്തിന് വന്നു. ഞാൻ എങ്ങനെയെങ്കിലും ഈ കൊള്ളാവണം കല്യാണം നടത്തി വെക്കണം. അതിന് വേണ്ടി വന്നതാ. എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകും എന്നാണ് അവിടെ തൊഴുത് കഴിഞ്ഞാൽ? എല്ലാവിധ മംഗളവും ഉണ്ടാവും. അമ്മ അത്രയ്ക്ക് ഒരു കനിഞ്ഞ് നൽകണ ഒരാളാണ്. പിന്നെ ഏറ്റവും നല്ല വഴിപാട് ശർക്കര നേദിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനും നല്ലതാണത്. തിരുവനന്തപുരത്ത് പൊങ്കാലയാണ്. പൊങ്കാലയുടെ തലേന്നാണ് ഇവിടെ. അവിടെ പോകുന്നതിന് പകരം ഇവിടെ വന്നു ഞങ്ങൾ. ഞാൻ വിചാരിച്ചു അവിടെ പോയി പൊങ്കാല വെക്കണമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് പോകാൻ പറ്റില്ല. ഇവിടെയാണ് അമ്മ വിളിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നു. ഒരു ഉണ്ട ശർക്കര അമ്മയ്ക്ക് വൈകുന്നേരം നടക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം അമ്മ സാധിച്ചു തരും. അത്രയ്ക്ക് സന്തോഷവതിയായിരിക്കും. അതൊക്കെയാണ് നടക്കട്ടെ. ശരി, ഓക്കെ. ഈ കണ്ട ഭക്തരെ പോലെ തന്നെ ഓരോരുത്തരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. ഉത്സവത്തിൻ്റെ 7ാം നാളാണ് മകം എന്ന് പറയുന്നത്. അന്നേ ദിവസം ദേവിക്ക് പ്രത്യേക തങ്കഗോളകയും അതോടൊപ്പം തന്നെ വിശേഷാൽ ആഭരണങ്ങളും ഒക്കെയാണ് ചാർത്തുന്നത്. അത് കണ്ട് തൊഴുന്നതിന് വേണ്ടിയിട്ട് ഭക്തർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഈ സമയമൊക്കെ ആകുമ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിൽ വലിയ തിരക്കായിരിക്കും അനുഭവപ്പെടുക. അങ്ങനെ ചോറ്റാനിക്കര ദേവീക്ഷേത്രവും ആറ്റുകാൽ പോലെ തന്നെ ആ രീതിയിൽ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പുണ്യ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കാരണം നാളെ മകം തൊഴൽ, അതിനുശേഷം ആറ്റുകാൽ പൊങ്കാലയും വരുന്നു. അങ്ങനെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭക്തിസാന്ദ്രമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. രണ്ടിടത്തും സ്ത്രീകൾക്ക് തന്നെയാണ് പ്രാധാന്യം, മകം തൊഴലിനും അതോടൊപ്പം തന്നെ ആറ്റുകാലിലും ഒക്കെ തന്നെ. അങ്ങനെ വലിയ ഒരു വിശ്വാസ സംബന്ധിയായിട്ടുള്ള അല്ല വിശ്വാസ ദീപ്തിയിൽ ഈ ആഘോഷങ്ങളൊക്കെ നടക്കുന്നു. ക്ഷേത്രത്തിലാണെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ്. അങ്ങനെ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലും മകം തൊഴലിൻ്റെ എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു.